നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ സൈനികരും ഹമാസും തമ്മിൽ തീവ്ര യുദ്ധം നടക്കുന്നതിനിടെ നിരവധി ഇസ്രയേലി വനിതകളെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് കാണിച്ച നിരവധി റിപ്പോർട്ടുകൾ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ ഹമാസ് നടത്തിയ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ഭയാനകമായ മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് നടത്തിയ 2 മാസത്തെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരകളിൽ ഒരാളായ മധ്യ ഇസ്രയേലിൽ നിന്നുള്ള 2 കുട്ടികളുടെ അമ്മയായ ഗാൽ അബ്ദുഷ് റേവിൽ നിന്നാണ് കാണാതായത്. പിന്നീട് വീട്ടമ്മയെ മറ്റൊരു സുഹൃത്ത് തിരയുന്ന വീഡിയോയിൽ ഗാൽ അബ്ദുഷ് ഭാഗികമായി വസ്ത്രം ധരിച്ച് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരഞ്ഞ നിലയിൽ റോഡിൽ കിടക്കുന്നതായി കാണുന്നുണ്ട്. ഗാൽ അബ്ദുഷ് ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അവളുടെ ദാരുണമായ ആക്രമണ സമയത്ത് ഇസ്രയേലി സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ഭീകരതയുടെ പ്രതീകമായി മാറുകയും ചെയ്തു. ഇസ്രയേൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുകയോ വികൃതമാക്കുകയോ ചെയ്തതായി 7 സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടി. ന്യൂയോർക്ക് ടൈംസ് അഭിമുഖം നടത്തിയ 150 പേരിൽ സാക്ഷികൾ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ, സൈനികർ എന്നിവരും ഉൾപ്പെടുന്നു. ഗാൽ അബ്ദുഷിന്റേതിന് സമാനമായി 30-ലധികം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സന്നദ്ധ പ്രവർത്തകരും സൈനികരും റിപ്പോർട്ട് ചെയ്തു. ഒരു സ്ത്രീയുടെ തുടയിലും അരക്കെട്ടിലും ആണി തറച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും പുറത്തു വന്നു. ഒക്ടോബർ 7-ലെ അരാജകത്വമുള്ള സംഭവങ്ങളിലെ വെല്ലുവിളികൾ അംഗീകരിച്ച ഇസ്രയേൽ പോലീസ് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിൽ തങ്ങൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ലെന്ന് വെളിപ്പെടുത്തി. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു യുവതി തങ്ങളുടെ ദുരനുഭവം വിവരിച്ചു നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഹമാസ് ആക്രമണത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ട ഇസ്രയേലി വനിതകളിൽ ഒരാൾ പോലീസിന്റെ 433 ലഹാവ് ക്രൈം യൂണിറ്റിന് മുന്നിൽ റെയിം പ്രദേശത്ത് താൻ കണ്ട കൊലപാതകത്തെക്കുറിച്ച് വിവരിച്ചതാണ് ഹമാസിന്റെ ഭീകരതയ്ക്ക് ആക്കം കൂട്ടുന്നത്. മറ്റൊരു സ്ത്രീയെ ഹമാസ് ഭീകരർ കൂട്ടബലാത്സംഗം ചെയ്യുന്നത് കണ്ടതായി യുവതി പറഞ്ഞു. കൂട്ടബലാത്സംഗത്തിന് ശേഷം ഭീകരർ സ്ത്രീയെ തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തിയതായും യുവതി പറയുന്നു. ഞാൻ ഒളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹമാസ് ഭീകരർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീയിൽ അല്പം ജീവൻ അവശേഷിച്ചിരുന്നു. അവർ അവളുടെ മുടി പിന്നിൽ നിന്ന് വലിച്ചു. അവർ ആ സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരാൾ പോയ ശേഷം മറ്റൊരാൾ അവൾക്ക് സമീപത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. പിന്നീട് ഭീകരരിൽ ഒരാൾ യുവതിയുടെ തലയ്ക്ക് വെടിയുതിർക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ മാറിടങ്ങൾ മുറിച്ചു മാറ്റിയെന്നും അവർ പറഞ്ഞു. ഹമാസ് ഭീകരർ ക്രൂരമായി മർദ്ദിക്കുകയും വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ഡസൻ കണക്കിന് സ്ത്രീകളിൽ ഒരാളിന്റെ ജീവിതം അവസാനിച്ചത് ഇങ്ങനെയാണ്. അത്തരം നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശരീരം വികൃതമാക്കിയും അവരുടെ ശരീരത്തിൽ ക്രൂരതയുടെ അടയാളങ്ങൾ വ്യക്തമായി പതിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.